നമസ്കാരം. ഹഡ ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം പ്രധാന 100 വാർത്തകൾ. കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിന്റെ ചിറകരിയുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയപാത വികസനം ചർച്ചയായ മന്ത്രിസഭായോഗത്തിന് ശേഷമാണ് കേന്ദ്രത്തെ കടന്നാക്രമിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. അടുത്ത 2 വർഷത്തേക്ക് കേന്ദ്രം ദേശീയപാത വികസനം സ്തംഭിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി. ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ദൗർഭാഗ്യകരമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള. പ്രളയകാലത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് ദേശീയപാത സ്ഥലമേറ്റെടുക്കൽ നിർത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തെഴുതിയതെന്നും ശ്രീധരൻപിള്ള മാധ്യമങ്ങളോട്. എറണാകുളം കുന്നത്തുനാട്ടിൽ നിലം നികത്തലിന് അനുമതി നൽകിയത് മുൻ റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി PH കുര്യന്റെ താൽപര്യപ്രകാരമെന്ന നിർണായക തെളിവ് 24-ന്. നിയമവകുപ്പിന്റെ പരിഗണനയ്ക്ക് വിട്ട ഫയൽ തിരിച്ചു വിളിപ്പിച്ച് ഹിയറിംഗിന് ഉത്തരവിട്ടെന്ന മിനിറ്റ്സിന്റെ പകർപ്പ് 24 പുറത്തുവിട്ടു. ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ മറികടന്ന് കുന്നത്തുനാട് നിലനികത്തൽ അനുവദിച്ച റവന്യൂ വകുപ്പ് നടപടിക്കെതിരെ CPI എറണാകുളം ജില്ലാ കൌൺസിൽ സമരത്തിന്. ഉത്തരവിന് പിന്നിൽ CPIM നേതാക്കളുടെ ഇടപെടലുണ്ടെന്ന ആരോപണം നിലനിൽക്കെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനാണ് CPIയുടെ നീക്കം. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ ആഭ്യന്തര അന്വേഷണ സമിതിക്കെതിരെ പരാതിക്കാരി. മുൻവിധിയോടെ പ്രവർത്തിച്ച ആഭ്യന്തര അന്വേഷണ സമിതി സ്ത്രീകൾക്ക് നിയമം വാഗ്ദാനം ചെയ്യുന്ന സാമാന്യ പരിരക്ഷ നൽകിയില്ലെന്ന് പരാതിക്കാരിയുടെ ആരോപണം. വിവിപാറ്റ് പുനഃപരിശോധനാ ഹർജികൾ തള്ളി. 50% വിവിപാറ്റുകൾ എണ്ണണമെന്നാവശ്യപ്പെട്ട് 21 പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ പുനഃപരിശോധനാ ഹർജിയാണ് സുപ്രീംകോടതി തള്ളിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്കെതിരായ CPIM നിലപാട് തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ടിക്കാറാം മീണ പ്രവർത്തിക്കുന്ന ചട്ടപ്രകാരമാണ്. കള്ളവോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനും സംവിധാനങ്ങളുണ്ട്. പാർട്ടികൾക്ക് അവരുടേതായ അഭിപ്രായമുണ്ടെന്നും മുഖ്യമന്ത്രി. പോലീസുകാരുടെ തപാൽ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് DGP മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കൈമാറി. കർശന നടപടിക്ക് ശുപാർശ ചെയ്യുന്നതാണ് റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മറുപടിക്ക് ശേഷമാകും നിയമ നടപടി ഉണ്ടാവുക. പോലീസുകാരുടെ പോസ്റ്റൽ വോട്ടിൽ തിരിമറി നടന്നതിനാൽ പോസ്റ്റൽ വോട്ടുകൾ മുഴുവൻ റദ്ദാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പോലീസുകാർക്ക് നേരിട്ട് വോട്ട് ചെയ്യാൻ സംവിധാനമൊരുക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. ഫോനി ചുഴലിക്കാറ്റിനെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന ഒഡീഷയ്ക്ക് ധനസഹായം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 കോടി രൂപ നൽകാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. വിഴിഞ്ഞം പദ്ധതിയുടെ നിർമ്മാണ കാലാവധി നീട്ടി നൽകാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. നിലവിൽ കരിങ്കൽ ക്ഷാമത്തിൽ അദാനി ഗ്രൂപ്പ് ആശങ്ക അറിയിച്ചിട്ടുണ്ട്. വിഷയത്തിൽ ഉന്നതതല യോഗം ചേർന്നു. തൃശൂർ പൂരത്തിന് കൊടിയേറി. തിരുവമ്പാടിയിൽ രാവിലെ 11:15 പാറമേക്കാവിൽ 12 മണിക്കുമാണ് കൊടിയേറ്റ് നടന്നത്. ഘടകക്ഷേത്രങ്ങളിൽ വൈകുന്നേരമാണ് കൊടിയേറ്റ്. കേരളം മിനി പാകിസ്ഥാനാണെന്ന പ്രസ്താവനയുമായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. മുസ്ലിം ലീഗ് ജിഹാദി സംഘടനയാണെന്നും കേരളത്തിൽ ഭീകരവാദം പഠിപ്പിക്കുന്ന സർവകലാശാല പ്രവർത്തിക്കുന്നുണ്ടെന്നും കൃഷ്ണദാസിന്റെ ആരോപണം. ഇടുക്കി ഉടുമ്പൻചോലയിലെ കള്ളവോട്ട് പരാതിയിൽ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ. ഇത് സംബന്ധിച്ച് സ്ഥാനാർത്ഥികളുടെ മുഖ്യ ഏജന്റുമാർക്ക് നോട്ടീസ് നൽകും. നാളെ ബൂത്ത് ലെവൽ ഓഫീസർമാരുമായി ചർച്ച നടത്തിയ ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്നും ഇടുക്കി ജില്ലാ കളക്ടർ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ കേരള സർവകലാശാല വൈസ് ചാൻസലറോട് ഗവർണർ അടിയന്തര റിപ്പോർട്ട് തേടി. കോളേജ് യൂണിയന്റെ മാനസിക പീഡനം മൂലമാണ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന പരാതിയിന്മേലാണ് നിർദ്ദേശം. 13 ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ യൂറോപ്പിലേക്ക് തിരിക്കും. ഐക്യരാഷ്ട്ര സംഘടന ജനീവയിൽ സംഘടിപ്പിക്കുന്ന ലോക പുനർനിർമ്മാണ സമ്മേളനം ഉൾപ്പെടെയുള്ള പരിപാടികളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതതല സംഘം പങ്കെടുക്കും. ലണ്ടനിൽ കിഫ്ബിയുടെ മസാല മോഡ് ലിസ്റ്റ് ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യാതിഥിയാണ് മുഖ്യമന്ത്രി. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കാൻ 6 മാസം കൂടി വേണമെന്ന് അദാനി ഗ്രൂപ്പ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സർക്കാർ നിലപാടിൽ പ്രതീക്ഷയുണ്ടെന്ന് അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞം പോർട്ട് CEO രാജേഷ് ഝാ മാധ്യമങ്ങളോട്. പാലാരിവട്ടം മേൽപ്പാലം അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങി. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനും കിറ്റ്കോയും അന്വേഷണ പരിധിയിൽ വരും. ഉദ്യോഗസ്ഥർ അഴിമതി നടത്തിയെന്നും വിജിലൻസ് പരിശോധിക്കും. ശ്രീലങ്കൻ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയിൽ അറസ്റ്റിലായ 2 പേർക്ക് കേരളവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തൽ. ശ്രീലങ്കൻ സ്ഫോടനത്തിന്റെ സൂത്രധാരൻ സഹ്റാൻ ഹാഷിമിന്റെ ബന്ധു മൗലാന റില്ല, സുഹൃത്ത് ഷഹ്നാഫ് നാവിജ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം സൗദി പോലീസിന്റെ പിടിയിലായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്ലീൻ ചിറ്റ്. പുൽവാമ ഭീകരാക്രമണം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ പരാമർശിച്ചതിനെതിരെ നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ നടപടി. കനത്ത മഞ്ഞുവീഴ്ച കാരണം അടച്ചിട്ട ബന്ദിപ്പോറ ഗ്വാരിസ് റോഡ് വാഹനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഗ്വാരിസ് താഴ്വരയിലെ 85 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് എല്ലാ വർഷവും 5 മാസം മഞ്ഞുവീഴ്ച കാരണം അടച്ചിടാറുണ്ട്.
തന്റെ ഒരു വർഷത്തെ ശമ്പളം ഫോനി ദുരിതബാധിതർക്കായി സംഭാവന ചെയ്ത ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് സംസ്ഥാന ദുരിതാശ്വാസ നിധിയിലേക്കാണ് പണം കൈമാറുക. ഫോനി ചുഴലിക്കാറ്റ് നാശം വിതച്ചതിനാൽ ഒഡീഷയിൽ നടക്കാനിരിക്കുന്ന നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് മാറ്റിവെച്ച പരീക്ഷ മെയ് 20 നടത്താൻ തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന അമേഠിയിൽ കോൺഗ്രസ് ബൂത്ത് പിടുത്തം നടത്തിയെന്ന സ്മൃതി ഇറാനിയുടെ ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ വിവിധ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നുവെന്നും പരാതി അടിസ്ഥാനരഹിതമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ ജനവാസ മേഖലകൾക്കും ഇന്ത്യൻ പോസ്റ്റുകൾക്കും നേർക്ക് വീണ്ടും പാക് പ്രകോപനം. പൂഞ്ച് ജില്ലയിലെ മാൻകോട്ട് കൃഷ്ണഘാട്ടി സെക്ടറുകളിലായിരുന്നു ആക്രമണം. പ്രധാനമന്ത്രിക്കെതിരെ വിമർശനങ്ങളുമായി തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി. സ്വന്തം ഭാര്യ എന്തെടുക്കുന്നുവെന്നോ എവിടെയാണെന്നോ അറിയാത്ത ഒരാൾ എങ്ങനെയാണ് രാജ്യത്തെ സംരക്ഷിക്കുകയെന്ന് മമത. സ്വന്തം പേരിലെ സീതയെയും രാമനെയുമെങ്കിലും സീതാറാം യെച്ചൂരി ബഹുമാനിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാമായണത്തെ മഹാഭാരതത്തെയും യെച്ചൂരി അപമാനിച്ചെന്നും മോദിയുടെ ആരോപണം. അവസരം ലഭിച്ചാൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന നൽകി BSP നേതാവ് മായാവതി. ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള വഴി ഉത്തർപ്രദേശിലൂടെയാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നും മായാവതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ സ്ഥിരത നഷ്ടപ്പെട്ടെന്ന കോൺഗ്രസ് നേതാവ് അഭിഷേക് സിംഗ്വി. മുൻ പ്രധാനമന്ത്രിമാരെ അപമാനിക്കൽ നരേന്ദ്രമോദി ശീലമാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധി അഴിമതിക്കാരനാണെന്ന ആരോപണവുമായി നരേന്ദ്രമോദി. ബൊഫോഴ്സ് കേസിൽ ആരോപണ വിധേയനായ രാജീവ് ഗാന്ധിയുടെ പേരിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ എന്നും മോദിയുടെ ചോദ്യം. വാരാണസി ലോക്സഭാ മണ്ഡലത്തിൽ തന്റെ നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് തേജ് ബഹദൂർ യാദവ്. തന്റെ സ്ഥാനാർത്ഥിത്വം തള്ളിയത് എതിർ സ്ഥാനാർത്ഥിക്ക് വിജയമുറപ്പിക്കാനാണെന്ന് തേജ് ബഹാദൂറിന്റെ ആരോപണം. റമദാൻ പ്രമാണിച്ച് ലിബിയയിൽ വെടിനിർത്തലിന് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തു. ആദ്യഘട്ടത്തിൽ 7 ദിവസത്തേക്കാണ് വെടിനിർത്തലിന് നിർദ്ദേശം നൽകിയത്. ഇവിടെ ഔദ്യോഗിക സേനയും ഹഫ്താർ സംഘവും ആഴ്ചകളായി ഏറ്റുമുട്ടൽ തുടരുകയാണ്. സ്ഫോടനമുണ്ടായ ശ്രീലങ്കയിലെ നെഗംബോയിൽ വർഗീയ സംഘർഷം ആസൂത്രണം ചെയ്ത 2 പേരെ പോലീസ് പിടികൂടി. ആക്രമണത്തിൽ 3 പേർക്ക് പരുക്ക്. ഗാസയിൽ ഇസ്രായേലും പലസ്തീനും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു. ഇതോടെ കഴിഞ്ഞ 3 ദിവസങ്ങളായി ഗാസ മുനമ്പിൽ തുടരുന്ന ആക്രമണങ്ങൾക്ക് വിരാമമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ റിപ്പോർട്ടുകളോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാനെ നേരിടാൻ ശക്തമായ നടപടികളുമായി അമേരിക്ക. പശ്ചിമേഷ്യയിലേക്ക് സൈനിക വിന്യാസം നടത്തിയാണ് അമേരിക്ക ഇറാന് മുന്നറിയിപ്പ് നൽകിയത്. ആവശ്യമെങ്കിൽ ഇറാനുമായി യുദ്ധത്തിന് തയ്യാറാണെന്നും അമേരിക്കൻ സുരക്ഷാ ഉപദേഷ്ടാവ്. പനാമ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് റവല്യൂഷണറി പാർട്ടി സ്ഥാനാർത്ഥി ലൊറൻജിനോ കോർട്ടിസോയെ വിജയിച്ചു. എന്നാൽ ഫലം അംഗീകരിക്കാനാവില്ലെന്നും വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ. സ്വവർഗാനുരാഗികളെ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള വ്യവസ്ഥ ശരിയത്ത് നിയമത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച തീരുമാനത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് പിന്മാറുകയാണെന്ന് ബ്രൂണൈ സുൽത്താൻ ഹസൻ അൽ ബോക്കിയ. നിയമത്തിനെതിരെ ലോകവ്യാപകമായി പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് പിന്മാറ്റം. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ചൈന. ചർച്ചകൾ വൈകാതെ തന്നെ പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നികുതി വർദ്ധിപ്പിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ചൈന നിലപാട് വ്യക്തമാക്കിയത്. ബ്രെക്സിറ്റ് വിഷയത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേയും ലേബർ പാർട്ടി നേതാവ് ജെറമി കോർബിനും തമ്മിലുള്ള ചർച്ച പരാജയപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ഇരു നേതാക്കളും തങ്ങളുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തതിനെ തുടർന്നാണ് ചർച്ച പരാജയപ്പെട്ടത്. ഉത്തര കൊറിയയുടെ മിസൈൽ വിക്ഷേപണം റഷ്യയുടെ അനുമതിയോടെയെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ. കിം ജോങ് ഉന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഉത്തര കൊറിയ മിസൈലുകളും റോക്കറ്റുകളും പരീക്ഷിച്ചെന്നാണ് പോംപിയോയുടെ ആരോപണം. ബ്രിട്ടീഷ് രാജവംശത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി. ഹാരി രാജകുമാരനും മേഘൻ മെർക്കലിനും ആൺകുഞ്ഞു പിറന്നു. രാജപദവിയിലേക്കുള്ള സാധ്യതയുള്ളവരിൽ 7ാമനായിരിക്കും പുതിയ രാജകുമാരൻ. ഖത്തറിൽ ജനിച്ച് ഖത്തറിൽ തന്നെ പഠനം തുടരുന്ന പ്രവാസി വിദ്യാർത്ഥിനികൾക്ക് വൈദ്യശാസ്ത്ര മേഖലയിൽ സ്കോളർഷിപ്പ് നൽകാൻ തീരുമാനം. വ്യവസ്ഥകൾക്ക് വിധേയമായി സ്കോളർഷിപ്പ് നൽകാനാണ് വിദ്യാഭ്യാസ മന്ത്രാലയവും ഭരണവികസന തൊഴിൽ സാമൂഹ്യകാര്യ മന്ത്രാലയവും തീരുമാനിച്ചത്. കുവൈറ്റിൽ വിസ മാറ്റത്തിന് ഫീസ് വർദ്ധിപ്പിക്കാൻ സാധ്യത. മാൻപവർ അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച് പഠനങ്ങൾ നടത്തുന്നത്. വിസ കച്ചവടം ഒഴിവാക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് നീക്കം. റഷ്യൻ വിമാനാപകടം. ആശയവിനിമയ സംവിധാനത്തിന് കേടുപറ്റിയെന്ന പൈലറ്റ്. റഷ്യയിലെ ഷെറമെത്യോവോ വിമാനത്താവളത്തിൽ വിമാനം കത്തിയുണ്ടായ അപകടത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി പൈലറ്റ്. എന്നാൽ മിന്നൽ വിമാനത്തിൽ നേരിട്ടേറ്റതിന് സ്ഥിരീകരണമില്ല.
റമദാൻ പകലുകളിൽ പൊതുസ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് 1 മാസം തടവും പിഴയും ശിക്ഷ ലഭിക്കാൻ കാരണമാകുമെന്ന് കുവൈറ്റ് പോലീസിന്റെ മുന്നറിയിപ്പ്. റമദാൻ അനാദരിക്കൽ പ്രേരണ നൽകുന്നവരെയും അതിന് സഹായം നൽകുന്നവരെയും കുറ്റത്തിൽ പങ്കാളികളായി കണക്കാക്കും. സൗദിയിലെ അൽ ഹറൈമൻ അതിവേഗ റെയിൽവേ പദ്ധതി 1000 സർവീസുകൾ പൂർത്തിയാക്കി. മക്ക മദീന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന അൽ ഹറൈമൻ അതിവേഗ ട്രെയിനിൽ 4 ലക്ഷത്തോളം പേർ ഇതുവരെ യാത്ര ചെയ്തു. ദോഹ മെട്രോയുടെ 1ാം ഘട്ട ഉദ്ഘാടനം നാളെ നടക്കും. അൽ ബസാർ മുതൽ അൽ വക്ര വരെ നീളുന്ന 13 സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ചാണ് ആദ്യ സർവീസ്. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 8 മുതൽ 11 വരെയാണ് ട്രെയിനുകൾ സർവീസ് നടത്തുക. പിടികൂടിയ ഖത്തർ സൈനിക ബോട്ട് വിട്ടയച്ചതായി UAE അധികൃതർ. ബോട്ടിലുണ്ടായിരുന്ന 4 പേരും മോചിതരായി. ഏപ്രിൽ 30-നായിരുന്നു UAE സമുദ്രമേഖലയിൽ നിന്ന് ബോട്ട് പിടികൂടിയത്. വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവതരിപ്പിക്കാനൊരുങ്ങി ഗൂഗിൾ. വോൾവോയുടെ പുതിയ പോൾസ്റ്റാർ സെക്കൻഡ് എന്ന ഇലക്ട്രിക് കാറിലായിരിക്കും ആൻഡ്രോയിഡ് ഓട്ടോമോട്ടീവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആദ്യമായി ഉപയോഗിക്കുക. രാജ്യസുരക്ഷയ്ക്ക് പ്രതിരോധം തീർക്കാൻ മറ്റൊരു മുങ്ങിക്കപ്പൽ കൂടി എത്തുന്നു. പരീക്ഷണങ്ങൾ ഏറെക്കുറെ പൂർത്തിയാക്കിയ INS വേല ഉടൻ തന്നെ നാവികസേനയുടെ ഭാഗമാകും. പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൽ 3.9% വർധനമുണ്ടായെന്ന് റിപ്പോർട്ടുകൾ. 2017-ലെ 4.1 ബില്യണിൽ നിന്ന് 4.3 ബില്യണായാണ് വർധനവ് ഉണ്ടായത്. 2019 സാമ്പത്തിക വർഷത്തിൽ LIC ഹൗസിംഗ് ഫിനാൻസിന് 17% ലാഭ വളർച്ച. ഈ വർഷം 380% ലാഭവിഹിതമാണ് ബോർഡ് പ്രതീക്ഷിക്കുന്നത്. ആഗോളതലത്തിൽ എണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തി. 69 രൂപ 41 പൈസയായാണ് ഓയിൽ വില ഇടിഞ്ഞത്. എണ്ണവില $70 താഴേക്കെത്തിയെങ്കിലും വിലയിലെ മാറ്റങ്ങൾ ഇന്ത്യയും ചൈനയും അടക്കമുള്ള ഇറക്കുമതി രാജ്യങ്ങൾക്ക് ഭീഷണിയാണ്. ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ ഫോക്സ് വാഗണെ ഭീഷണിപ്പെടുത്തി പിഴ ഈടാക്കാൻ ശ്രമിക്കേണ്ടെന്ന് സുപ്രീംകോടതി. ഡീസൽ കാറുകളിൽ മലിനീകരണം കുറച്ചു കാണിക്കുന്ന സോഫ്റ്റ്വെയർ വെച്ച് തട്ടിപ്പ് നടത്തിയതിനെതിരെ ദേശീയ ഹരിത ട്രിബ്യൂണൽ നടത്തിയ വിധിക്കെതിരെയാണ് സുപ്രീംകോടതിയുടെ വിധി. വിശ്വാസ പരിശീലന ക്ലാസുകൾക്ക് സിറോ മലബാർ സഭയ്ക്ക് പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ. സഭ നേരത്തെ ആരംഭിച്ച സ്മാർട്ട് കാറ്റക്കിസം പദ്ധതിയുടെ തുടർച്ചയായാണ് പുതിയ ആപ്പ് പുറത്തിറക്കുന്നത്. ശത്രു നിരീക്ഷണത്തിന് ആകാശത്ത് കൂടുതൽ കരുത്തു പകരാനായി റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ ഒരുങ്ങി ISRO. മെയ് 22 ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് സാറ്റലൈറ്റ് വിക്ഷേപിക്കും. IPL 12ാം സീസണിലെ ആദ്യ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. പോയിന്റ് പട്ടികയിൽ 1-2 സ്ഥാനത്തുള്ള മുംബൈയും ചെന്നൈയും തമ്മിലാണ് പോരാട്ടം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീട സാധ്യത നിലനിർത്തി മാഞ്ചസ്റ്റർ സിറ്റി. നിർണായക മത്സരത്തിൽ ലെസ്റ്റർ സിറ്റി എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണ ലിവർപൂൾ 2ാം പാദ സെമി ഫൈനലിൽ നിന്ന്. ലിവർപൂളിന്റെ തട്ടകമായ ആൻഫീൽഡിലാണ് 2ാം പാദ സെമി. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന സ്പാനിഷ് ഗോൾ കീപ്പർ ഐക്കർ കസിയസ് ആശുപത്രി വിട്ടു. 2 മാസത്തെ പൂർണ്ണ വിശ്രമമാണ് കസിയസിന് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഫിഫയുടെ പുരസ്കാരങ്ങളിൽ ഈ സീസൺ മുതൽ 2 പുതിയ അവാർഡുകൾ കൂടി ഉൾപ്പെടുത്തി. മികച്ച വനിതാ ഗോൾ കീപ്പർക്കും മികച്ച വനിതാ ടീമിനുമാണ് അവാർഡുകൾ. ഇനി ജില്ലാ വാർത്തകൾ. ചിത്രങ്ങൾ എടുക്കാനെന്ന വ്യാജേന ഫോട്ടോഗ്രാഫറെ തമിഴ്നാട്ടിലേക്ക് വിളിച്ച് ക്യാമറ തട്ടിയെടുത്തെന്ന് പരാതി. വളറട സ്വദേശി പ്രജേഷ് ജോണിന്റെ 1.5 ലക്ഷം രൂപ വിലയുള്ള ക്യാമറയാണ് നഷ്ടമായത്. തിരുവനന്തപുരത്ത് IPS ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പ്രതി പിടിയിലായി. പൂന്തുറ സ്വദേശി സലിമാണ് പിടിയിലായത്. ദേവസ്വം ബോർഡിലേക്ക് ജോലി വാഗ്ദാനം നടത്തി വ്യാപകമായി തട്ടിപ്പ് നടത്തുന്നുണ്ടെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സുതാര്യമായും സത്യസന്ധമായുമാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷ നടത്തുന്നതെന്നും ആരും കെണികളിൽ വീഴാൻ പാടില്ലെന്നും മന്ത്രി. തിരുവനന്തപുരം കിളിമാനൂരിൽ SSLC പരീക്ഷയ്ക്ക് മുഴുവൻ A+ കിട്ടാത്തതിന് പിതാവ് മകനെ മൺവെട്ടിക്കൊണ്ട് തള്ളി. അമ്മയുടെ പരാതിയിൽ പിതാവിനെ അറസ്റ്റ് ചെയ്തു. വനിതാ മാജിസ്ട്രേറ്റിനെ ഫോണിലൂടെയും വാട്സാപ്പ് സന്ദേശത്തിലൂടെയും അസഭ്യം പറഞ്ഞ സംഭവത്തിൽ പ്രതി പിടിയിൽ. വിഴിഞ്ഞം വേങ്ങര സ്വദേശി സലീമാണ് പോലീസിന്റെ പിടിയിലായത്. കൊല്ലത്ത് കോളേജ് വിദ്യാർത്ഥിനിയെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കടക്കൽ സ്വദേശി ശ്രീലക്ഷ്മിയാണ് മരിച്ചത്. SNV സദനം എയർ ഹോസ്റ്റസ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോസ്റ്റലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലം കൂട്ടുക്കലിൽ 11 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വയലാ സ്വദേശി ശരത്താണ് പിടിയിലായത്. പശുക്കളെയും കൊണ്ടുപോയ മിനി ലോറി നിയന്ത്രണം വിട്ട് മറഞ്ഞു. ആയൂർ അഞ്ചൽ റോഡിൽ കാട്ടുവമുക്ക് വളവിലായിരുന്നു അപകടം. സ്കൂട്ടറിൽ മദ്യവും കഞ്ചാവും വിൽപ്പന നടത്തിയ 2 പേരെ പത്തനാപുരം എക്സൈസ് സംഘം പിടികൂടി. പെരുന്നാട് സ്വദേശി ഷിഹാബുദ്ദീനെയും പാതിരിക്കൽ സ്വദേശി അയൂബിനെയുമാണ് കസ്റ്റഡിയിലെടുത്തത്. മാടമൺ വള്ളക്കടവിൽ യുവാവ് പമ്പാ നദിയിൽ മുങ്ങി മരിച്ചു. മാടമൺ സ്വദേശി സജിയാണ് മരിച്ചത്. ജലവിതരണ പദ്ധതിക്കായി സ്ഥാപിച്ചിട്ടുള്ള തടയണ മുറിച്ചു കിടക്കുമ്പോഴായിരുന്നു അപകടം. NDA കേരളത്തിലെ 3 സീറ്റിൽ വിജയിക്കുമെന്ന് BDGS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. തെരഞ്ഞെടുപ്പിനെ പറ്റി വിലയിരുത്താൻ ചേർത്തലയിൽ ചേർന്ന BDGS സംസ്ഥാന കൗൺസിലിൽ സംസാരിക്കുകയായിരുന്നു തുഷാർ.
ആലപ്പുഴയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. ചെന്നിത്തല സ്വദേശി മഹേഷ് കുമാറാണ് മരിച്ചത്. മണ്ണാറക്കുളത്തി കോടഞ്ചേരി റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഈ റൂട്ടിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചു. റാന്നി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പൊയ്യാനിൽ ജംഗ്ഷൻ വഴി പോകണമെന്ന് PWD. SSLC പരീക്ഷയിൽ തോറ്റതിൽ മനംനൊന്ത് ഇടുക്കിയിൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഏലപ്പാറ സ്വദേശി സ്വാതിയാണ് മരിച്ചത്. വീട്ടിൽ മാതാപിതാക്കളില്ലാത്ത സമയത്തായിരുന്നു ആത്മഹത്യ. മൂന്നാറിൽ കൂട്ടിനുള്ളിൽ കെട്ടിയിട്ട വളർത്തുനായെ കടുവ കടിച്ചു കൊന്നു. കൂടിന്റെ അടിഭാഗത്തെ അഴികൾ തകർത്ത കടുവ നായയെ ആക്രമിക്കുകയായിരുന്നു. തൊടുപുഴയിൽ 7 വയസ്സുകാരൻ മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ അമ്മയ്ക്കെതിരെ കേസെടുക്കാൻ ശിശുക്ഷേമ സമിതിയുടെ നിർദ്ദേശം. അമ്മയുടെ സുഹൃത്തിന്റെ മർദ്ദനമേറ്റാണ് 7 വയസ്സുകാരൻ മരിച്ചത്. ചങ്ങനാശ്ശേരി അരമനപ്പടിയിൽ വ്യാപാര സ്ഥാപനത്തിൽ അഗ്നിബാധ. കൈലാത്ത് ഹാർഡ്വെയേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് രാവിലെ അഗ്നിബാധയുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. കോട്ടയത്ത് ജലപക്ഷികളുടെ എണ്ണം വർദ്ധിച്ചതായി പഠനഫലം. മുൻവർഷത്തേക്കാൾ 17 ഇനം ജലപക്ഷികളെയാണ് പുതുതായി കണ്ടെത്തിയത്. വിൽപ്പനക്കായി കൊണ്ടുവന്ന 220 ഗ്രാം കഞ്ചാവുമായി 5 പേർ പിടിയിൽ. വിഷ്ണു, ജിൻഡോ, അർജുൻ ദാസ്, ജസ്റ്റിൻ ടിവിൻ എന്നിവരെയാണ് കോട്ടയം വെസ്റ്റ് പോലീസ് പിടികൂടിയത്. കോതമംഗലം വേട്ടാമ്പാറയിൽ മദ്യലഹരിയിൽ ഗൃഹനാഥൻ വീടിന് തീയിട്ടു. കല്ലൂലിക്കൽ സ്വദേശി ബാബുവാണ് വീടിന് തീയിട്ടത്. ഗ്യാസ് സിലിണ്ടർ തുറന്ന് തീ കൊളുത്തുകയായിരുന്നു. അപകടത്തിൽ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും നശിച്ചു. സരിത എസ് നായർ സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ ആക്രമണം. കൊച്ചി ചക്രപ്പറമ്പിൽ വെച്ചായിരുന്നു ആക്രമണം. ബൈക്കിലെത്തിയ സംഘം കാറിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. വിവാഹ സദ്യ കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായ സാഹചര്യത്തിൽ കാറ്ററിംഗ് സ്ഥാപനം അടപ്പിച്ചു. കൂത്താട്ടുകുളം ചോരക്കുടിയിലെ സെന്റ് മേരീസ് എന്ന സ്ഥാപനമാണ് നഗരസഭാ അധികൃതർ ഇടപെട്ട് അടപ്പിച്ചത്. പാലാരിവട്ടം പാലം കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാലം അപകടാവസ്ഥയിലായതിനെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി. 16 കിലോ കഞ്ചാവുമായി പിടിയിലായ ഫുട്ബോൾ താരങ്ങളെ ചോദ്യം ചെയ്യാനായി ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. മലപ്പുറം വളാഞ്ചേരി സ്വദേശികളായ ഷെറീഫ്, ഫിറോസ് എന്നിവരാണ് കലൂർ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് പിടിയിലായത്. കൊച്ചിയിൽ നിശാ പാർട്ടികൾക്ക് വേണ്ടി എത്തിച്ച മാക്സ് ജെല്ലി എക്സ്റ്റസി എന്ന മയക്കുമരുന്നുമായി ഒരാൾ പിടിയിൽ. കോഴിക്കോട് സ്വദേശി ഗനീഫിയാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് പിടിയിലായത്. ശാന്തിവനത്തിലെ മുറിക്കേണ്ട മരങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ടവറുകളുടെ ഉയരം കൂട്ടുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫീറുള്ള. എന്നാൽ വനം സംരക്ഷിക്കാൻ ശക്തമായ സമരം തുടരുമെന്ന് ശാന്തിവനം സംരക്ഷണ സമിതി. തൃശൂരിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. വെള്ളറക്കാട് സ്വദേശി അനിൽകുമാർ, പുന്നിയൂർക്കുളം സ്വദേശി PA ബാബു എന്നിവരാണ് മരിച്ചത്. പോലീസുകാരുടെ പോസ്റ്റൽ വോട്ടിൽ തിരിമറി നടന്നതിനാൽ പോസ്റ്റൽ വോട്ടുകൾ മുഴുവൻ റദ്ദാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പോലീസുകാർക്ക് നേരിട്ട് വോട്ട് ചെയ്യാൻ സംവിധാനം ഒരുക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. വീട്ടുവളപ്പിൽ മാങ്ങ പറിക്കുന്നതിനിടെ ഷോക്കേറ്റ് യുവതി മരിച്ചു. തിരുവില്ലാമല ചുളക്കൽ സ്വദേശി അനിതയാണ് മരിച്ചത്. ഇരുമ്പ് തോട്ടി ഉപയോഗിച്ച് മാങ്ങ പറിക്കുന്നതിനിടെയായിരുന്നു അപകടം. മലപ്പുറത്ത് മിനിലോറി അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. കുടിഞ്ഞി സ്വദേശി ബാദുഷയാണ് മരിച്ചത്. മഴക്കാലത്ത് പകർച്ചപ്പനി നിയന്ത്രിക്കുന്നതിനും രോഗങ്ങൾ വ്യാപിക്കുന്നത് തടയുന്നതിനുമായി ഊർജിത പദ്ധതികളുമായി മലപ്പുറം ജില്ല. വെസ്റ്റ്നൈൽ പനി ബാധിച്ച് 6 വയസ്സുകാരൻ മരിക്കുകയും പോലീസ് ക്യാമ്പിൽ H1N1 പനി പടരുകയും ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കുടിവെള്ളത്തിന് പ്രയാസം അനുഭവിക്കുന്നവർക്ക് ദിവസേന 16,000 ലിറ്റർ വെള്ളം സൗജന്യമായി വിതരണം ചെയ്ത് വാഴക്കാട് BFC വട്ടത്തൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. വേനലിൽ ദുരിതത്തിലാകുന്ന 100 കണക്കിന് കുടുംബങ്ങൾക്കാണ് യുവകൂട്ടായ്മ വെള്ളമെത്തിക്കുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുമെന്ന് മന്ത്രി KT ജലീൽ. 11, 12 തീയതികളിൽ വയനാട് ജില്ലയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്ത്, നഗരസഭാ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായുള്ള അറ്റകുറ്റപ്പണിയെ തുടർന്ന് പേരാമ്പ്രയിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. പഴയ സംസ്ഥാന പാതയിലൂടെ കടന്നുപോകുന്ന ഇരുചക്ര വാഹനങ്ങളും ഓട്ടോകളും ഒഴികെയുള്ള മറ്റു വാഹനങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അറക്കൽ രാജവംശത്തിലെ 40ാമത് അധികാരിയായി സുൽത്താൻ ആദിരാജ മറിയുമ്മ ചെറിയ ബി കുഞ്ഞി ബീവി ചുമതലയേൽക്കും. ആദിരാജ ഫാത്തിമ മുത്ത് ബീവിയുടെ വിയോഗത്തെ തുടർന്നാണ് അധികാര കൈമാറ്റം. തലശ്ശേരിയിൽ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച ഒരാൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. തലശ്ശേരി നഗരസഭാ പരിധിയിലാണ് പറമ്പ് വൃത്തിയാക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിയുണ്ടായത്. തളിപ്പറമ്പിൽ നിർത്തിയിട്ട കാറിന്റെ ഗ്ലാസ് തകർത്ത് കവർച്ച. നിടവാലൂർ സ്വദേശി ദീപുവിന്റെ കാറിൽ നിന്ന് 10,000 രൂപയോളം വരുന്ന ഫ്ലാഷ് ലൈറ്റാണ് കവർന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. വനഭൂമിയിൽ സിനിമ ചിത്രീകരിക്കുന്നതിന് അനുമതി നൽകരുതെന്ന് ജില്ലാ പരിസ്ഥിതി യുവസമിതി രൂപവൽക്കരണ സമ്മേളനം. സിനിമാ ചിത്രീകരണം വനത്തിലെ ജൈവവൈവിധ്യത്തിന് കോട്ടമുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആവശ്യം. ബീച്ച് പാർക്കിൽ കാണികളെ വരവേറ്റിരുന്ന ചെങ്കൽ ശില്പം അധികൃതർ പൊളിച്ചു മാറ്റിയതായി പരാതി. അന്തരിച്ച ശില്പി MB സുകുമാരൻ ബേക്കൽ ബീച്ച് പാർക്കിൽ അമ്മ എന്ന സങ്കല്പം മുൻനിർത്തി തെയ്യരൂപത്തിൽ തീർത്ത ശില്പമാണ് പൊളിച്ചു മാറ്റിയത്. ന്യൂസ് പൂർത്തിയാകുന്നു. നമസ്കാരം.